ശബരിമലയിലെ റോപ്പ് വേ വിഷയം ജൂൺ 9 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന വന്യജീവി ബോർഡ് പരിഗണിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. സാങ്കേതികമായുള്ള അനുമതി മാത്രമാണ് അവിടെ ലഭിക്കാനുള്ളത്. അത് ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. അനുമതി ലഭിച്ചാൽ ഉടൻ പദ്ധതിക്ക് തറക്കൽ ഇടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജനം ടിവിയോട് പറഞ്ഞു. ശബരിമല റോപ്പ് വേ പദ്ധതിയുമായി ദേവസ്വം ബോർഡിന് മുൻപോട്ട് പോകണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ വന്യജീവി ബോർഡിന്റെ അനുമതി അനിവാര്യമാണ്. എന്നാൽ വിഷയം പരിഗണിക്കുന്നതിൽ വന്ന കാലതാമസം ദേവസ്വം ബോർഡിന് അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ മണ്ഡലകാലം കഴിഞ്ഞാലുടൻ പദ്ധതിക്ക് തറക്കല്ലിടാനായിരുന്നു നീക്കം. എന്നാൽ ജൂൺ 9 വന്യജീവി ബോർഡ് വിഷയം പരിഗണിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. ജൂൺ 9 മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള വൈൽഡ് വെൽഫെയർ ബോർഡുണ്ട്. അത് ചേരുന്നൊന്നും ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരു സാങ്കേതികമായ പ്രശ്നം മാത്രമാണ്. അവിടെ നിന്നൊരു ചെറിയ പെർമിഷൻ കിട്ടിയാൽ നമുക്ക് അതൊന്ന് വെച്ച് അജണ്ടയാക്കി പാസ്സാക്കണം. ഇവിടുത്തെ നോഡൽ ഓഫീസർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് അയക്കും. ബാക്കിയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി വെറും സാങ്കേതികമാണ്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അനുമതി ലഭിച്ചാൽ ഉടൻ പദ്ധതിക്ക് തറക്കല്ലിടുമെന്നും അദ്ദേഹം അറിയിച്ചു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മെയ് കഴിഞ്ഞു ജൂണിലെങ്കിലും ഇത് നമുക്ക് ഇതിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അശ്രാന്ത പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. തറക്കല്ലിട്ടാൽ 24 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ റോപ്പ് വേയിൽ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് വനം വകുപ്പ്. ജനം, കൊച്ചി.